Hi friends, welcome back to my channel. ഇന്ന് കെയിൽ ലീഫ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ തയ്യാറാക്കാം. ഇതൊരു ക്യാബേജിൻ്റെ ഒക്കെ വെറൈറ്റിയിൽ പെടുന്ന ഒരു ലീഫി വെജിറ്റബിൾ ആണ്. വളരെ ന്യൂട്രീഷ്യസ് ആണ്. നമുക്ക് ഈ ഒരു തോരൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. കെയിൽ ലീഫ് തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഗ്രീൻ കളറിലുള്ള കേർഡി ആയിട്ടുള്ള കെയിൽ ലീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് രണ്ട് വെറൈറ്റിയിൽ കിട്ടും. ഗ്രീൻ കളറിലും അതുപോലെ പേർപ്പിൾ കളറിലും കിട്ടും. ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നാരൊക്കെ മാറ്റി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. വളരെ കനം കുറച്ചിട്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നത്. ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ലീഫി വെജിറ്റബിൾ ആണ് ഈ ഒരു കെയിൽ എന്ന് പറയുന്നത്. ഈ ഒരു കെയിൽ ലീഫ് നമ്മൾ സാലഡിൽ പച്ചക്കും കഴിക്കാറുള്ളതാണ്. ഇപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കാസ്റ്റ് അയൺ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 വറ്റൽ മുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കെയിൽ ലീഫ് ചേർക്കാം. കെയിൽ ലീഫ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിൻ്റെ ക്വാണ്ടിറ്റി പകുതിയായിട്ട് കുറയും. അപ്പോൾ നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. അതിനായിട്ടൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും, ഒരല്ലി വെളുത്തുള്ളി, എരിവുള്ള ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 2 പച്ചമുളകൊക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതങ്ങ് ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ കെയിൽ ലീഫ് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കെയിൽ ലീഫിലേക്ക് കുറച്ച് പരിപ്പ് വേവിച്ചത് ചേർത്തിരുന്നാലും കെയിൽ ലീഫ് തോരന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പരിപ്പ് ചേർക്കുന്നുണ്ടെങ്കിൽ സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തുവരപ്പരിപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് വേവിച്ചതിന് ശേഷം ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ കെയിൽ ലീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കാം. അതിനുശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമ്മളിത് ഇളക്കി യോജിപ്പിക്കേണ്ട. 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ചേർത്തേക്കുന്ന തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ഒരു കെയിൽ ലീഫ് തോരനൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇതാ തോരനൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് പകർത്താം. ഇത് നമുക്ക് 2 കളറിൽ അവൈലബിൾ ആണ്. ഗ്രീൻ കളറും അതുപോലെ പേർപ്പിൾ കളറിലും അവൈലബിൾ ആണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ ഒരു ലീഫ് നമുക്ക് പച്ചയ്ക്കും കഴിക്കാം, അതായത് സാലഡിലൊക്കെ ഇട്ട് കഴിക്കാം, അതുപോലെ സ്മൂത്തീസ് തയ്യാറാക്കുമ്പോഴും ചേർക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളതും വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ലീഫാണ്. അപ്പോൾ ഈ ഒരു കെയിൽ തോരൻ തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.